പത്തനംതിട്ടയിൽ ചെന്നിത്തലയ്ക്കായി ഫ്ലെക്സ് ബോർഡുകൾ DCC ഓഫീസിന് സമീപത്താണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നും കേരളത്തിന്റെ സ്പന്ദനം അറിയുന്നവൻ കേരളം നയിക്കട്ടെ എന്നുമാണ് ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ പലയിടങ്ങളിലായി ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ VD സതീശൻ അടക്കം മുഖ്യമന്ത്രിയാവണം, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നടക്കമുള്ള നിരവധി പ്രചരണങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയിട്ടുള്ളത്. ആരാണ് ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയിട്ടുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരണ്യ, ഫ്ലെക്സ് ബോർഡ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്നാണ്. എന്നാൽ ആ കാര്യത്തിൽ നമുക്ക് അറിയാൻ സാധ്യമല്ല. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന ഇപ്പോൾ ഇരുട്ടിന്റെ മറവിലാണല്ലോ. ഏതായാലും പത്തനംതിട്ട കോൺഗ്രസ് DCC ഓഫീസിന്റെ മുമ്പിൽ തന്നെ ജില്ലയുടെ DCC ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ് ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നാണ് ആവശ്യം. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും ഗ്രൂപ്പ് സജീവമാണ്. ചെന്നിത്തലയുടെ അനുയായികളും പത്തനംതിട്ട ജില്ല ധാരാളം ഉള്ള ജില്ല കൂടിയാണ്. അതുകൊണ്ടാണ് ജില്ലയുടെ ഒരു ആവശ്യമാക്കി മാറ്റാൻ വേണ്ടി ഇത്തരം ഫ്ലെക്സ് ബോർഡ് പത്തനംതിട്ട ജില്ലയിൽ ചെന്നിത്തലയുടെ വർദ്ധിപ്പിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് പത്തനംതിട്ട സ്റ്റേഡിയത്തിന് സമീപം ഉയരുകയും ചെയ്തിരുന്നത്. ഏതായാലും ഫ്ലെക്സ് യുദ്ധം ഇപ്പം പത്തനംതിട്ട തുടരുകയാണ്. ശരണ്യ, ശരി, പത്തനംതിട്ടയിലാണ് ചെന്നിത്തലയ്ക്കായി ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. DCC ഓഫീസിന് സമീപത്താണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.